നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ നോക്കാം. താരപരിവേഷങ്ങൾ തച്ചുടച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. മലയാള സിനിമാ ലോകത്ത് സ്ത്രീകൾ നേരിടുന്നത് കൊടിയ ചൂഷണം. കാസ്റ്റിംഗ് കൗച്ച് യാഥാർത്ഥ്യം. സഹകരിക്കുന്നവർക്ക് പ്രത്യേക കോഡ്. ക്രിമിനലുകളുടെ സഹായത്തോടെ മേഖല നിയന്ത്രിക്കുന്നത് പ്രമുഖ നടന്മാരുടെ പവർ ഗ്രൂപ്പ്. വാതിലിൽ മുട്ടുന്ന പുരുഷാധിപത്യം. വാതിൽ ചവിട്ടി പൊളിക്കുമോ എന്ന് പേടിച്ചാണ് പല നടികളും സെറ്റിൽ ഉറങ്ങുന്നത്. വിട്ടുവീഴ്ച ചെയ്യാത്തവർക്ക് അവസരമില്ല. സിനിമാ സെറ്റിൽ പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ പോലും അടിസ്ഥാന സൗകര്യമില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ നന്ദി പറഞ്ഞ WCC. ഇനി വരുന്ന തലമുറ അവർക്ക് അഭിനയിക്കാൻ തോന്നിയാൽ അവർ സേഫ് ആയിട്ടുണ്ടാവണം. ഞാൻ അതിനു വേണ്ടി മാത്രമാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ സന്തോഷമെന്ന നടി രേവതി. ലേറ്റ് ആയിട്ടല്ലേ ഞാൻ പോയത്. സോ എനിവേ ഞാൻ സിനിമയിലെ വനിതകളുടെ വിജയമെന്ന രഞ്ജിനി. റിപ്പോർട്ട് പഠിച്ച ശേഷം നടപടിയെന്ന് സിദ്ദീഖ്. വയനാട് ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളാൻ നിർദ്ദേശിച്ച് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി. കാർഷിക വായ്പകൾക്കും സംരംഭക വായ്പകൾക്കും 1 വർഷത്തെ മൊറട്ടോറിയം. വായ്പ മുഴുവനായി എഴുതിത്തള്ളണമെന്ന മുഖ്യമന്ത്രി. ദുരിതം അനുഭവിക്കുന്നവരിൽ നിന്ന് വായ്പയുടെ EMI പിടിച്ച ബാങ്കിനെതിരെ പ്രതിഷേധം. PK ശശി KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചേക്കും. അച്ചടക്ക നടപടിക്കെതിരെ സംസ്ഥാന കമ്മിറ്റിക്ക് അപ്പീൽ നൽകുമെന്ന് സൂചന. ശശിക്കെതിരെ നടപടി എടുത്തിട്ടില്ലെന്ന് MV ഗോവിന്ദൻ. ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും CPM സെക്രട്ടറി. യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ മമതാ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തം. ആഭ്യന്തര മന്ത്രാലയത്തിന് മുന്നിൽ പ്രകടനം. മമതാ ബാനർജിക്കെതിരെ ആനന്ദബോസ്. അറസ്റ്റ് തടയാൻ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഹൈക്കോടതിയിൽ. വിശദമായ വാർത്തകളിലേക്ക്. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടു. 233 പേജുകളാണ് പുറത്തുവിട്ടത്. സിനിമാ സെറ്റുകളിൽ സ്ത്രീകൾ കടുത്ത വിവേചനം നേരിടുന്നുവെന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സിനിമയിൽ അവസരത്തിനായി കിടക്ക പങ്കിടാൻ ആവശ്യപ്പെടുന്നതായും സിനിമാ മേഖലയിലെ വളരെ പ്രശസ്തരായ ആളുകളിൽ നിന്ന് പോലും ലൈംഗിക ചൂഷണം നേരിടേണ്ടി വരുന്നു എന്നും പല വനിതകളും മൊഴി നൽകിയതായി ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട്. സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങളും ആളുകളെ തിരിച്ചറിയുന്ന വിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ല. അതേസമയം നടി രഞ്ജിനി ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ഈ മാസം 27-ന് പരിഗണിക്കാൻ മാറ്റി. VV അരുണിന്റെ റിപ്പോർട്ടിലേക്ക്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെ തുടർന്നാണ് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് കേരളം ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. WCC എന്ന മലയാള സിനിമയിലെ വനിതാ സംഘടന പരാതിയുമായി മുഖ്യമന്ത്രിയെ സമീപിച്ചു. തുടർന്ന് 2017 സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹാര മാർഗം നിർദ്ദേശിക്കാനും ജസ്റ്റിസ് ഹേമ കമ്മീഷനെ പിണറായി സർക്കാർ ചുമതലപ്പെടുത്തിയത്. 2019 കമ്മിറ്റി റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ടാണ് 5 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വെളിച്ചം കാണുന്നത്. നിരവധി നിയമ പോരാട്ടങ്ങൾ, നിയമ തടസ്സങ്ങളൊക്കെ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് പിന്നിൽ ഉണ്ടായിരുന്നു. ഒടുവിൽ കോടതി ഇടപെടുകയും വിവരാവകാശ കമ്മീഷൻ ഒരു ഉത്തരവിലൂടെ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതിനെതിരെയും കോടതി ആളുകൾ സമീപിച്ചു. അതിനെ തുടർന്ന് ഇന്നാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്കാണ് റിപ്പോർട്ട് ഇന്ന് സാംസ്കാരിക വകുപ്പ് കൈമാറിയത്. 66ഓളം പേജുകൾ ഒഴിവാക്കിയുള്ള റിപ്പോർട്ട്, അതായത് വ്യക്തികളുടെ പേരുകൾ പരാമർശിക്കുന്ന സ്വകാര്യത ഹനിക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ട് പല നിർണായകമായ പേരുകളും തെളിവുകളും ഒഴിവാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇന്ന് പുറത്തുവിട്ടത്. അതുപോലും കേരളത്തെ ഞെട്ടിപ്പിക്കുന്നതാണ്, അതുപോലും കേരളത്തെ ലജ്ജിപ്പിക്കുന്നതാണ്. മലയാള സിനിമാ മേഖലയെ, സിനിമയിലെ നക്ഷത്രങ്ങളെ ആരാധിക്കുന്ന
ഒരുപക്ഷെ ഇനി അത്ര അധികം ആരാധനയോടെ അവരെ കാണുമോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായുള്ളത്. സിനിമാ മേഖലയിലേക്ക് കാലെടുത്തു വയ്ക്കാൻ ആഗ്രഹിക്കുന്ന, സിനിമാ മേഖലയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി ആദ്യത്തെ കോൾ മുതൽ നേരിടേണ്ടി വരുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ അവരെ അഭിനയിക്കാൻ ക്ഷണിക്കുമ്പോൾ മുതൽ നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങൾ, ലൈംഗിക ആവശ്യങ്ങൾ ഓരോന്നും എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ഈ ഹേമ കമ്മീഷൻ സർക്കാരിന് നൽകിയത്. അത്രയധികം ദുരനുഭവങ്ങൾ മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വരുന്നു. കാസ്റ്റിംഗ് കൗച്ച് എന്ന യാഥാർത്ഥ്യം തുറന്നു കാട്ടുന്നു ഈ റിപ്പോർട്ട്. സിനിമാ മേഖലയിലേക്ക് ഒരു പെൺകുട്ടിയെ ക്ഷണിക്കുമ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർമാർ മുതൽ പിന്നീട് മുതിർന്ന നിർമ്മാതാക്കളും സംവിധായകരും ഏറ്റവും ആരാധിക്കപ്പെടുന്ന താരങ്ങൾ ഉൾപ്പെടെയുള്ളവരും വളരെ അപമര്യാദയോടുകൂടി, ലൈംഗിക ലക്ഷ്യത്തോടുകൂടി, ലൈംഗിക താല്പര്യത്തോടുകൂടി പെൺകുട്ടികളെ സമീപിക്കുന്നു. സിനിമാ മേഖലയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ എല്ലാ ഇംഗിതങ്ങൾക്കും ആവശ്യങ്ങൾക്കും വഴങ്ങിക്കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് സിനിമാ മേഖലയിലെ സ്ത്രീകൾ, അത് സാങ്കേതിക വിദഗ്ധരാകട്ടെ അല്ലെങ്കിൽ അഭിനയ രംഗത്തേക്ക് വരുന്നവരാകട്ടെ, അവർ മാറുന്നു. സിനിമാ മേഖലയിൽ വളരെ ഉയർച്ചയിലേക്ക് പോയ നടിമാർ പോലും എല്ലാത്തിനും തയ്യാറായതുകൊണ്ടാണ്, വഴങ്ങിയതുകൊണ്ടാണ് അത്തരത്തിലേക്ക് എത്തിയത് എന്ന പൊതുധാരണ സിനിമാ മേഖലയിൽ ഉണ്ടാകുന്നു. ഒരു സ്ത്രീ സിനിമാ മേഖലയിൽ കടന്നു വരുന്നത് തന്നെ എല്ലാത്തിനും തയ്യാറെടുത്തുകൊണ്ടാണ് എന്ന ധാരണ സിനിമാ മേഖലയിലെ പുരുഷന്മാർ അത്തരമൊരു മിഥ്യാബോധം വച്ചുപുലർത്തുന്നു എന്ന ഗുരുതരമായ കുറ്റപ്പെടുത്തൽ ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായുണ്ട്. എല്ലാ പ്രതീക്ഷകളോടും കൂടി സിനിമാ മേഖലയിലേക്ക് വരുന്നവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ദുരനുഭവങ്ങളാണ്, അവർക്കുണ്ടാകുന്ന ദുരനുഭവങ്ങളാണ് റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത്. മലയാള സിനിമാ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ലൈംഗികമായ അതിക്രമങ്ങളാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് സിനിമാ മേഖലയിൽ കാസ്റ്റിംഗ് കൗച്ച് എന്ന യാഥാർത്ഥ്യമുണ്ട്. അത് അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഒറ്റയ്ക്ക് ഹോട്ടൽ മുറിയിൽ കഴിയാൻ സ്ത്രീകൾക്ക് ഭയമാണ് എന്ന് നടിമാർ മൊഴി നൽകുന്നു. പല രാത്രികളിലും സിനിമയിലെ തന്നെ പുരുഷന്മാർ നിരന്തരം വാതിലിൽ ശക്തിയായി മുട്ടി വിളിക്കാറുണ്ട്, ഇടിക്കാറുണ്ട്. വാതിൽ തകർത്തവർ അകത്തേക്ക് വരുമോ എന്ന് ഭയന്ന് രാത്രി മുഴുവൻ ആശങ്കയോടുകൂടി റൂമിൽ കഴിച്ചുകൂട്ടേണ്ടി വരുന്ന സ്ത്രീകളുടെ ദുരവസ്ഥ ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അതിനാൽ പലപ്പോഴും മാതാപിതാക്കൾക്കൊപ്പമാണ് മിക്കവരും ഷൂട്ടിങ്ങിന് എത്തുന്നത്. പല നടിമാരും നൽകിയ മൊഴി അനുസരിച്ച് IPC പോസ്റ്റ് നിയമങ്ങൾ അനുസരിച്ച് കേസെടുക്കേണ്ട പല സംഭവങ്ങളും പരാതി പോലും കൊടുക്കാതെ അവർ ഒതുക്കി തീർക്കുന്നു, അല്ലെങ്കിൽ അവർ മനസ്സിൽ കൊണ്ട് നടക്കുന്നു. കാരണം പരാതി നൽകിയാൽ സിനിമയിൽ നിന്ന് വാഷ് ഔട്ട് ചെയ്യപ്പെടുമെന്ന ഭീതിയാണ് നടിമാർക്കുള്ളത്. ഹേമ കമ്മീഷൻ ആരുടെയും പേരെടുത്ത് പറഞ്ഞ വിമർശനത്തിൽ പോലും ചില സൂചനകൾ വളരെ വ്യക്തമായി തന്നെ ആളുകൾക്ക് മനസ്സിലാവുന്ന തരത്തിലാണ്. അത്തരം വളരെ പ്രധാനപ്പെട്ട ആളുകളിലേക്ക് വിരൽ വിമർശനം കൂടി ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായുണ്ട്. വരും ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന റിപ്പോർട്ടാണ്. ഒരുപാട് തിരുത്തലുകൾ ആവശ്യമുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ സർക്കാരിൻ്റെ മുന്നിൽ 5 വർഷങ്ങൾക്ക് മുമ്പ് സമർപ്പിക്കപ്പെട്ടതാണെങ്കിലും ഇപ്പോൾ ഇത് പുറത്തു വന്നതോടുകൂടി സർക്കാരിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയാണ്. എങ്ങനെ ഈ സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുമെന്നാണ് ഇനി കേരളം വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. VV അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നന്ദി പറഞ്ഞ WCC. സിനിമാ മേഖലയിൽ മാന്യമായ ഒരു പ്രൊഫഷണൽ ഇടം ആഗ്രഹിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും നീതിക്ക് വേണ്ടിയുമുള്ള നീണ്ട പോരാട്ടമായിരുന്നു. ജസ്റ്റിസ് ഹേമ, ശാരദ, ഡോക്ടർ വത്സലകുമാരി എന്നിവർ ഈ റിപ്പോർട്ട് തയ്യാറാക്കാൻ ചെലവഴിച്ച മണിക്കൂറുകൾക്ക് നന്ദി. ശുപാർശകൾ പഠിച്ച് സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് സ്ത്രീകളുടെ ശബ്ദമാണ്, കേൾക്കണമെന്നും WCC പറഞ്ഞു. വൈകിയാണെങ്കിലും റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ സന്തോഷമെന്ന് നടി രേവതി. ഇനി വരുന്ന തലമുറയെങ്കിലും സുരക്ഷിതരാകണമെന്നും രേവതി പറഞ്ഞു. ഐ ആം ഹാപ്പി. ഒരുപാട് നന്ദിയുണ്ട്. ആൾക്കാര് നമ്മള് എന്താ പറയാ ട്രസ്റ്റ് ചെയ്തു. ഇത് പുറത്തു വരണം എന്ന് ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും നന്ദി. ആൻഡ് ഐ എം ഹാപ്പി ദാറ്റ് കേരള ഗവൺമെന്റ് ഡിഡ് ദിസ്. കുറച്ച് ഡിലേഡ് ആയാലും ഒരു ഡിലേഡ് ജസ്റ്റിസ് ആണ്. എന്നാലും ഇറ്റ് ഈസ് ഗുഡ്. ഇതൊരു ഫൗണ്ടേഷൻ ആയിട്ട് മാറ്റിയിട്ട് പല കാര്യങ്ങൾ മാറ്റാനുള്ള ശ്രമങ്ങൾ WCC മെമ്പേഴ്സ് ആയിട്ട് ഞങ്ങൾ എല്ലാവരും ചെയ്യും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമയിലെ സ്ത്രീകളുടെ വിജയമെന്ന് നടി രഞ്ജിനി. സിനിമയിൽ ട്രൈബ്യൂണൽ വേണമെന്ന ആവശ്യം കമ്മിറ്റി അംഗീകരിച്ചത് വലിയ സന്തോഷം നൽകുന്നു. സ്ത്രീകൾ സിനിമാ മേഖലയിൽ പ്രശ്നങ്ങൾ നേരിടുന്നുവെന്നത് വാസ്തവമാണ്. സിനിമാ മേഖലയിൽ മാഫിയ ഉണ്ടായിരിക്കാമെന്നും നടി രഞ്ജിനി പറഞ്ഞു. കമ്മിറ്റിയുടെ കണ്ടെത്തലുകളിൽ നടപടി വേണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് പറഞ്ഞിട്ടില്ല. തനിക്ക് വാദത്തിന് സമയം കിട്ടിയില്ല. തുടർ തീരുമാനം തന്റെ അഭിഭാഷകൻ തീരുമാനിക്കുമെന്നും രഞ്ജിനി പറഞ്ഞു. തള്ളീനല്ല, സമയം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോ
എന്തായാലും ലേറ്റ് ആയിട്ടല്ലേ ഞാൻ പോയത്. സോ എനിവേ ഞാൻ ആദ്യം തൊട്ട് ഞാൻ പറഞ്ഞത് പബ്ലിഷ് ചെയ്യണം, റിപ്പോർട്ട് പുറത്തു വരണം. പക്ഷെ ഞാൻ സ്റ്റേറ്റ്മെന്റ് കമ്മിറ്റിയിൽ തന്ന കാരണം കൊണ്ട് ഐ നീഡ് ടു സീ മൈ സ്റ്റേറ്റ്മെന്റ്, ബിക്കോസ് എനിക്ക് അത് കിട്ടിയിട്ടില്ല. അത് കാരണമാണ് ഞാൻ പറഞ്ഞു ആദ്യം ഞാൻ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ട് ഞാൻ പറഞ്ഞത് അത് റിപ്പോർട്ടിൽ ഉണ്ടോ കൗണ്ടർ ചെക്ക് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ റിപ്പോർട്ട് ഒരിക്കലും പുറത്ത് വിടാൻ പാടില്ല ഞാൻ പറഞ്ഞിട്ടില്ല. ഫ്രോം ദ ബിഗിനിങ് ഇറ്റ് സെൽഫ് ഞാൻ അത് പറയുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്റെ ലീഗൽ ടീംസ് അവർ ഡിസൈഡ് ചെയ്യും. തൽക്കാലം ഞാൻ അതിൽ പോകുന്നില്ല. ICC will not work in this industry. അത് സത്യമാണ്. ഇത് നേരത്തെ തൊട്ട് ഞാൻ ഇത് പറയുന്നതാണ്. ഞാനത് ഒരു ഇതായിട്ട് കണ്ടു. ട്രൈബ്യൂണൽ ഇസ് ബെറ്റർ ദെൻ ICC ആണ് അതിൽ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. സോ ഐ എം വെരി വെരി ഹാപ്പി. സോ ഇനി ബാക്കി കാര്യങ്ങൾ എന്റെ ലീഗൽ ടീം ഡിസൈഡ് ചെയ്തിട്ട് ഞാൻ ഒരു റിലീസ് ചെയ്യാം. ഐ റിയലി സേ എ ബിഗ് താങ്ക് യു. ഇറ്റ്സ് എ വിക്ടറി ഫോർ ദ വുമൻ ഓഫ് സിനിമ. വിഷയം പഠിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് താരസംഘടനയായ അമ്മ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പൂർണ്ണ വിവരങ്ങൾ പഠിച്ച ശേഷം വിശദമായി ഒരാഴ്ചയ്ക്കകം പ്രതികരിക്കും. ഇപ്പോൾ സ്റ്റേജ് ഷോയുടെ തിരക്കിലാണെന്നും അമ്മ ജനറൽ സെക്രട്ടറി നടൻ സിദ്ദിഖ് പറഞ്ഞു. സർക്കാരുമായി നിയമ നടപടികളിൽ സഹകരിക്കുമെന്നും അമ്മ പ്രതിനിധികൾ പ്രതികരിച്ചു. സിനിമാ മേഖലയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വിവേചനം നേരിടുന്നുണ്ടെങ്കിൽ അത് അഡ്രസ് ചെയ്യുമെന്നും ഈ കാലഘട്ടത്തിൽ അത്തരം വിവേചനങ്ങൾ അനുവദിക്കാവുന്നതല്ലെന്നും നടൻ ബാബുരാജും പറഞ്ഞു. ഇത് പുറത്തു വന്നു എന്നുള്ളൊരു വാർത്തയിലൂടെയുള്ള അറിവല്ലാതെ എന്താണ് റിപ്പോർട്ടെന്നോ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്താണെന്നോ ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇത് ഏത് തരത്തിലാണ് ഞങ്ങളെ ബാധിക്കുന്നതെന്നോ ഏത് കാര്യത്തിനാണ് മറുപടി പറയേണ്ടതെന്നതിനെ പറ്റി വ്യക്തമായൊരു ധാരണയില്ല. 2-3 ദിവസമായിട്ട് ഞങ്ങൾ ഈ അമ്മ ഒരു ഷോ നടക്കുന്നതിൻ്റെ റിഹേഴ്സലുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും എറണാകുളത്ത് കൂടിയിരിക്കുകയാണ്. അപ്പോൾ അതിനാണിപ്പോൾ ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഈ വിവരമൊന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിഞ്ഞിട്ട് ആ റിപ്പോർട്ട് വിശദമായി പഠിച്ചിട്ട് എവിടെയാണ് മറുപടി പറയേണ്ടത്, എന്താണ് പറയുന്നത്, എന്താണ് പറയേണ്ടത് എന്നൊരു തീരുമാനമെടുക്കാം. ഇപ്പോൾ ഞാൻ മാത്രമല്ല, പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി ബി രാകേഷുണ്ട്, ഞങ്ങളുടെ ജോയിന്റ് സെക്രട്ടറി ബാബുരാജുണ്ട്, വൈസ് പ്രസിഡന്റ് ജയനുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളിതെല്ലാവരും കൂടി ആലോചിച്ചിട്ട് ഇനി മറ്റ് സംഘടനകളുമായിട്ടും ഒക്കെ നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. അതിന് റിപ്പോർട്ടിൻ്റെ ഒരു വിശദാംശങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ, റിപ്പോർട്ട് എന്താണെന്ന് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ. കാരണം ഇത് വളരെ സെൻസിറ്റീവായ ഒരു കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോഴോ ഒരു അക്ഷരം പറയുമ്പോഴോ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എൻ്റെ വായിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകരുടെ വായിൽ നിന്നോ ഇതിനെപ്പറ്റി അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് ഭാവിയിൽ വലിയ ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് റിപ്പോർട്ടിനെ പറ്റി വിശദമായി പഠിച്ചതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങളെ കാണുന്നതാണ്, നിങ്ങളോട് ഞങ്ങൾ അതിനെപ്പറ്റി ഞങ്ങളുടെ അഭിപ്രായം പറയുന്നതുമാണ്. അപ്പോൾ അതൊക്കെ എന്താണ്, എന്ത് രീതിയിലാണ് അങ്ങനെ വിവേചനം, ആർക്കാണ് ഉണ്ടായിട്ടുള്ളത്, ഇതിനെപ്പറ്റി ആരാണ് പരാതിപ്പെട്ടിട്ടുള്ളത്, ആർക്കെതിരെയാണ് പരാതി, ഇതൊക്കെ നമുക്കൊന്ന് വിശദമായി പഠിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ നമ്മളൊരു എന്തെങ്കിലും എവിടെന്നെങ്കിലും കേട്ടിട്ട് നമുക്ക് അതിനനുസരിച്ച് ഒരു മറുപടി പറയാൻ സാധിക്കില്ല. ആർക്കാണ് ആരോപണം, ഏത് രീതിയിലാണ് വിവേചനം ഉണ്ടായിട്ടുള്ളത്, അതൊക്കെ ഒന്ന് വിശദമായിട്ട് അറിഞ്ഞതിന് ശേഷം അതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ സാധിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പിന്തുണച്ച് നടൻ ആസിഫ് അലി പരാതി പറഞ്ഞ സഹപ്രവർത്തകർക്കൊപ്പം നിൽക്കും. എല്ലാവർക്കും തുല്യമായ സുരക്ഷ ഉറപ്പാക്കണമെന്നും കൃത്യമായ ധാരണ കിട്ടിയിട്ട് വിശദമായി പ്രതികരിക്കുമെന്നും നടൻ പറഞ്ഞു. എന്തായാലും അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നും നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവർക്കും സഹപ്രവർത്തകർക്കും സഹപ്രവർത്തകയ്ക്കും എല്ലാവർക്കും ഈക്വലായിട്ടുള്ള സേഫ്റ്റിയും എല്ലാ കാര്യങ്ങളും നമ്മൾ അഷ്വർ ചെയ്യണം. അപ്പം എനിക്ക് പേഴ്സണലി ഇതിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയില്ല. അതിന് കൃത്യമായ ഒരു ധാരണ കിട്ടിയതിന് ശേഷം ഞാൻ പ്രതികരിക്കുന്നതായിരിക്കും. എന്തായാലും എൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഇതിന് അഗെയിൻസ്റ്റായിട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചതിന് റിപ്പോർട്ട് കൊടുത്ത എല്ലാവരുടെയും കൂടെ തന്നെ നമ്മളെല്ലാവരും ഉണ്ട്. അതെന്താണെന്ന് തീർച്ചയായിട്ടും സോർട്ട് ഔട്ട് ചെയ്യാനും അതിനു വേണ്ടിയ തീരുമാനങ്ങൾ എടുക്കാനും പറ്റട്ടെ. തീർച്ചയായിട്ടും അതെന്താണെന്ന് പഠിക്കണം, മനസ്സിലാക്കണം. അതിനുശേഷമായിരിക്കും എല്ലാവരും പ്രതികരിക്കേണ്ടത്. നമുക്ക് കിട്ടിയ ഒരു ചെറിയ ഒരു ധാരണ വെച്ചിട്ട് ആളുകൾ പ്രതികരിക്കാതിരിക്കുക, കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്തട്ടെ. അതിനുശേഷം ഇപ്പോൾ സിദ്ദീഖ ഓൾറെഡി പ്രതികരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് എത്തിയതിനു ശേഷം ഉന്നത തലത്തിൽ നിന്ന് അവർ പ്രതികരിക്കട്ടെ. പക്ഷേ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂടെ തന്നെ ആയിരിക്കും എല്ലാ സമയവും ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ഇതിന് മുന്നേ ഉള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതിൽ തന്നെയാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ വൈകിയത് സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കേണ്ടത് മന്ത്രി സജി ചെറിയാൻ. ഒരു പരാതിയും ഒരു അഭിനേത്രിയും ഇതുവരെ നൽകിയിട്ടില്ല. WCC പോലെയുള്ള സംഘടനകൾ പരാതി നൽകിയിട്ടുണ്ട്. പരാതി ഉള്ളവർക്ക് നൽകാവുന്നതാണ്, അത് രഹസ്യമായിരിക്കും. സിനിമാ മേഖലയിൽ വലിയ ഇടപെടൽ സർക്കാർ നടത്തി. പുറത്തുവിടാത്ത ഭാഗം വായിച്ചിട്ടില്ല. റിപ്പോർട്ട് കയ്യിൽ കിട്ടിയാൽ വായിക്കും. റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കേണ്ട എന്ന് പറഞ്ഞത് വിവരാവകാശ കമ്മീഷനാണെന്നും മന്ത്രി പറഞ്ഞു. സർക്കാരിനകത്തുള്ള ഉത്തരവാദിത്വം തികച്ചും സുതാര്യമാണ്. ആ ഉത്തരവാദിത്തത്തിന് കാരണം ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. സിനിമാ സീരിയൽ രംഗത്ത് ഇടപെടലിന് ആവശ്യമായ ഒരു മാർഗരേഖയാണ്
ഈ കമ്മീഷൻ. ആ റിപ്പോർട്ട് വിശദമായി തന്നെ നിഗമനങ്ങളും നിർദ്ദേശങ്ങളും പരിശോധിക്കും, തുടർ നടപടികൾ സ്വീകരിക്കും. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം വ്യക്തിപരമായ ഒരു പരാതിയും ഏതെങ്കിലും ഒരു സ്ത്രീ മന്ത്രി എന്ന നിലയിൽ തന്നിട്ടില്ല. തരാത്തൊരു കാര്യത്തിൽ നിയമ നടപടി സ്വീകരിക്കണമെന്ന് പറയാൻ പറ്റുമോ? പിന്നെ ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ഒരു കമ്മിറ്റി നിയോഗിച്ചത്? ആ രംഗത്തെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ, എന്താണ് ഭാവിയിൽ ആ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹാരം കാണേണ്ടത്. ആ റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കേണ്ട എന്ന് പറഞ്ഞത് മുൻ വിവരാവകാശ കമ്മീഷനാണ്. അതിനുശേഷം അത് പ്രസിദ്ധീകരിച്ചില്ല. അപ്പോഴാണ് അതിന്മേൽ കേസിന് പോകുന്നത്. ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷൻ അത് പ്രസിദ്ധീകരിക്കാൻ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞില്ല പ്രസിദ്ധീകരിക്കട്ടെ. അപ്പോൾ ഹൈക്കോടതി പോയി, അതിൻ്റെ വിശദാംശം പോലല്ല, കോടതി പറഞ്ഞ ദിവസം കൃത്യസമയത്ത് തന്നെ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. കേരളത്തിലെ സ്ത്രീ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യമാണ് ഗവൺമെന്റ് കൊടുക്കുന്നത്, ഇനിയും കൊടുക്കും. അത്തരത്തിലുള്ള ഏതെങ്കിലും പരാതികൾ സർക്കാരിന്റെ മുമ്പ് വന്നാൽ കർശനമായ നടപടി തുടർന്നുകൊണ്ടാകും. വയനാട് ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളാൻ നിർദ്ദേശം മുന്നോട്ടുവെച്ച് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി. നിർദ്ദേശത്തിൽ ബാങ്കുകളുടെ ഡയറക്ടർ ബോർഡ് അന്തിമ തീരുമാനമെടുക്കും. കാർഷിക വായ്പകൾക്കും സംരംഭക വായ്പകൾക്കും 1 വർഷത്തെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. സംഭവിക്കാൻ പാടില്ലാത്തതാണ് കൽപ്പറ്റയിലെ ഗ്രാമീൺ ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും SLBC കൺവീനർ KS പ്രദീപ് പറഞ്ഞു. ദുരന്തബാധിതരുടെ വായ്പ മുഴുവനായി എഴുതിത്തള്ളണമെന്ന് യോഗത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. വായ്പാ അടവിന് അവധി നൽകലോ പലിശ ഇളവോ പരിഹാരമാകില്ല. മാതൃകാപരമായ നിലപാട് കൈക്കൊള്ളണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ദുരന്തബാധിതരുടെ അക്കൌണ്ടിൽ നിന്ന് EMI ഈടാക്കിയതിൽ പ്രതിഷേധം ശക്തമായതോടെ ക്ഷമാപണം നടത്തി കൽപ്പറ്റ കേരള ഗ്രാമീൺ ബാങ്ക്. 3 പേരുടെ അക്കൌണ്ടിൽ നിന്ന് പിടിച്ച പണം തിരികെ നൽകി. മറ്റുള്ളവരുടെ പണം മറ്റന്നാൾ തിരികെ നൽകുമെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചു. DYFI, AIYF, യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ് തുടങ്ങിയ യുവജന സംഘടനാ നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് ബാങ്കിന്റെ തീരുമാനം. ചൂരൽമലയിൽ പ്രകൃതിക്ഷോഭം മൂലം സംഭവിച്ച നാശനഷ്ടങ്ങൾ സംബന്ധിച്ച് ദുരന്തബാധിത പ്രദേശങ്ങളിലുള്ളവരുടെ 7 തരത്തിലുള്ള ലോണുകളിലേക്ക് പിടിച്ച സംഖ്യയും ബുധനാഴ്ച 28-24 ബാങ്ക് തിരിച്ചു കൊടുക്കുന്നതാണ്. കൂടാതെ ഇടപാടുകാർക്ക് ഇതുമൂലം വന്ന ബുദ്ധിമുട്ടുകളിൽ ബാങ്ക് ഖേദം പ്രകടിപ്പിക്കുന്നു. ബാങ്കിന്റെ ഭാഗത്ത് തുടർ മാസങ്ങളിൽ ലോണിലേക്ക് തുക ഒന്നും ഈടാക്കുന്നതാണ്. രാവിലെ മുതൽ ബാങ്കിന് മുന്നിൽ പ്രതിഷേധവുമായി യുവജന സംഘടനകൾ സംഘടിച്ചിരുന്നു. DYFI പ്രവർത്തകർ ബാങ്കിലേക്ക് തള്ളിക്കയറി. പാർട്ടിയിൽ തരം താഴ്ത്തൽ നടപടി നേരിട്ട PK ശശി KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചേക്കും. പാർട്ടി ആവശ്യപ്പെടും മുൻപേ രാജിവെക്കാനാണ് നീക്കം. CPM പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നടപടിക്കെതിരെ PK ശശി സംസ്ഥാന കമ്മിറ്റിക്ക് അപ്പീൽ നൽകുമെന്നാണ് സൂചന. ചട്ടവിരുദ്ധമായ നടപടിയെന്നും സംസ്ഥാന കമ്മിറ്റിയാണ് റിപ്പോർട്ട് പരിശോധിക്കേണ്ടതെന്നും ചൂണ്ടിക്കാട്ടിയാകും അപ്പീൽ നൽകുക. എന്നാൽ PK ശശിക്കെതിരെ നടപടി എടുത്തിട്ടില്ലെന്നും ശശി ഇപ്പോഴും CPM ജില്ലാ കമ്മിറ്റി അംഗമാണെന്നുമായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല. രാജിവെക്കുമോ എന്നറിയില്ലെന്നും രാജിവെക്കുന്നുണ്ടെങ്കിൽ വ്യക്തിപരമായ തീരുമാനമായിരിക്കുമെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. UDF നേതൃയോഗം കൊച്ചിയിൽ തുടരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള 2ാമത്തെ യോഗമാണിത്. തൃശൂർ അടക്കം 2 മണ്ഡലങ്ങളിലെ തോൽവി ചർച്ചയാകും. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും തദ്ദേശ തെരഞ്ഞെടുപ്പുകളും യോഗത്തിൽ ചർച്ചയ്ക്ക് വരും. മതധ്രുവീകരണം നടത്തി തെരഞ്ഞെടുപ്പിൽ ജയിക്കുവാനാണ് കോൺഗ്രസും ലീഗും ശ്രമിച്ചതെന്ന് P ജയരാജൻ. ഷാഫി വഖഫ് ബോർഡിന്റെ സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി. കോൺഗ്രസും ലീഗും ഉത്തരവാദിത്തം CPMന്റെ തലയിലിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റ് ആരുടേതാണെന്ന് അറിയാൻ ആദ്യം പരാതി കൊടുത്തത് LDF ആണ്. കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരാനുള്ള അന്വേഷണം നടത്തണമെന്നും LDF കൺവീനറുടെ നിലപാടിന് ഒപ്പമാണെന്നും P ജയരാജൻ പറഞ്ഞു. അപ്പോൾ മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള ഹീനമായിട്ടുള്ള പരിശ്രമമാണ് കോൺഗ്രസും ലീഗും നടത്തിയത്. ഇതാകെ മറച്ചുവെച്ചുകൊണ്ടാണ് ഇപ്പോൾ LDFും CPMും മതധ്രുവീകരണത്തിനു വേണ്ടി ശ്രമിച്ചു എന്നുള്ള പ്രചരണവുമായി പുറപ്പെട്ടിട്ടുള്ളത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉത്തരവാദിത്വം CPMന്റെ ചുമലിട്ട് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഫേസ്ബുക്കിന്റെ പിന്നിലുള്ളത് ആരാണ് എന്ന് വെളിപ്പെടണം. അതിനുവേണ്ടി പോലീസ് അന്വേഷിക്കാൻ വേണ്ടി ആദ്യമായിട്ട് പരാതി കൊടുത്തതും വടകരയിലെ LDF നേതൃത്വമാണ്. ഇതാകെ മറച്ചുവെച്ചുകൊണ്ട്
LDF-നെയും CPM-നെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രചരണത്തിൽ ആരും വീണു പോകരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് തെറ്റെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. പോസ്റ്റ് ഉണ്ടാക്കിയവരെ ആദ്യം കണ്ടെത്തണം. അതിന് പോലീസിന് കഴിയുമെന്നാണ് പ്രതീക്ഷ. ഇതിനുശേഷം പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കണം. ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം മനീഷിനെതിരെ നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യത്തോട് MV ജയരാജൻ പ്രതികരിച്ചില്ല. ആ പോസ്റ്റ് ആരാണ് ആദ്യം ഒറിജിനേറ്റ് ചെയ്തത് അതിതുവരെ പോലീസ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് കണ്ടെത്തുകയും അതിന്മേൽ നടപടി സ്വീകരിക്കുകയുമാണ് ഏറ്റവും പ്രധാനം. പോലീസിന് അത് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഫേസ്ബുക്ക് ഉടമക്കും വാട്സപ്പ് ഉടമക്കുമെല്ലാം ഇത് സംബന്ധിച്ച് പോലീസ് കത്തയച്ചതായി പറയുന്നുണ്ട്. അപ്പോൾ കാഫിർ പ്രയോഗ ആദ്യത്തെ പോസ്റ്റ് ആരാണോ സൃഷ്ടിച്ചത് അവരുടെ പേരിലുള്ള നടപടിയും പിന്നീട് ഷെയർ ചെയ്തവരെ കണ്ടെത്തുകയുമാണ് വേണ്ടത്. അത് കണ്ടെത്തി കഴിഞ്ഞാലാണ് ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ച് കൃത്യവും വ്യക്തവുമായ സൂചനയുണ്ടാവുക. ഇനി അത് ആര് പോസ്റ്റ് ചെയ്താലും അത് തികച്ചും തെറ്റാണ്. ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ മാത്രം സഹായിക്കുന്ന ഒരു നടപടിയാണ്. ആർജിഗാർ മെഡിക്കൽ കോളേജിലെ PG ഡോക്ടറുടെ കൊലപാതകത്തിൽ ഇന്ദിരാഗാന്ധിയെ പോലെ മമതാ ബാനർജിയെ വെടിവെച്ചു കൊല്ലുക എന്ന് വിവാദ പോസ്റ്റിട്ട വിദ്യാർത്ഥി അറസ്റ്റിൽ. സാമൂഹിക അശാന്തി സൃഷ്ടിക്കുകയും സമുദായങ്ങൾക്കിടയിൽ വിദ്വേഷം വളർത്താൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന കുറ്റം ചാർത്തിയാണ് വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തത്. അതേസമയം നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം കനക്കുകയാണ്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ പുറത്താക്കാൻ BJP ഗൂഢാലോചന നടത്തുകയാണെന്ന് KC വേണുഗോപാൽ. ഗവർണർ എന്ന പദവിയെ ദുരുപയോഗം ചെയ്യുന്നുവെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഇടുക്കിയിലെ ഭൂവിഷയത്തിൽ സർക്കാരിനെ വിമർശിച്ച് MM മണി. മുഴുവൻ ആളുകൾക്കും പട്ടയം നൽകാതെ സൂത്രത്തിൽ കാര്യം നടത്താമെന്ന് ഒരു ഗവൺമെന്റും കരുതേണ്ട. ഇടുക്കിയിൽ നിന്നുള്ള ആളുകളെ ഇറക്കിവിടാൻ ദൈവം തമ്പുരാൻ മുഖ്യമന്ത്രിയായാലും കഴിയില്ല. സംഘടിതമായി സമരം നടത്തേണ്ട സമയമാണിത്. ഗവൺമെന്റ് നമ്മുടേതാണെന്ന് നോക്കേണ്ട കാര്യമില്ലെന്നും MM മണി പറഞ്ഞു. ഓണത്തിന് ഇത്തവണയും സംസ്ഥാന സർക്കാർ കിറ്റ് നൽകും. മഞ്ഞക്കാർഡുള്ളവർക്കാണ് കിറ്റ് നൽകുക. കിറ്റിൽ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് ഉടൻ തീരുമാനിക്കും. 6 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് കിറ്റ് ലഭിക്കും. ഓണച്ചന്ത സെപ്റ്റംബർ ആദ്യ വാരത്തോടെ തുടങ്ങും. എല്ലാ ജില്ലകളിലും ഓണച്ചന്ത തുടങ്ങുമെന്നും സപ്ലൈകോ അറിയിച്ചു. 13 ഇന അവശ്യ സാധനങ്ങൾ ഉറപ്പാക്കാൻ സപ്ലൈകോ ശ്രമിക്കുകയാണ്. ധനവകുപ്പിൽ നിന്ന് ലഭിച്ച 225 കോടി രൂപ കൊണ്ട് ചന്തകൾ തുടങ്ങും. കൂടുതൽ തുക ധനവകുപ്പ് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സപ്ലൈകോ അറിയിച്ചു. എറണാകുളം പെരുമ്പാവൂരിൽ വാഹന പരിശോധനയ്ക്കിടെ കാറിൽ കടന്നവരെ പിടികൂടി പോലീസ്. അമിത വേഗത്തിൽ എത്തിയ കാറ് വഴിയരികിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിച്ചു. കാറിൽ നിന്ന് ലഹരി വസ്തുക്കൾ കണ്ടെത്തി. ഇന്നലെ രാത്രി വാഹന പരിശോധനയ്ക്കിടെ അജ്മലും റിൻഷാദും സഞ്ചരിച്ച വാഹനത്തിനു നേരെ പോലീസ് കൈകാണിച്ചു. എന്നാൽ വാഹനം അമിത വേഗത്തിൽ കടന്നു പോവുകയായിരുന്നു. പിന്നാലെ സിനിമാ സ്റ്റൈലിൽ പിന്തുടർന്ന് പെരുമ്പാവൂർ പോലീസും. പോട്ട് അമിത വേഗത്തിൽ സഞ്ചരിച്ച വാഹനം വഴിയരികിൽ നിർത്തിയിട്ടിരുന്ന കാറുകളെ ഇടിച്ചു തെറിപ്പിച്ചു. ഒക്കൽ ഭാഗത്ത് കാർ ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച റിൻഷാദിനെ പോലീസും നാട്ടുകാരും ചേർന്ന് പിടികൂടി. പിന്നീട് തൊടുപുഴ സ്വദേശി അജ്മലും പിടിയിലായി. പ്രതികൾ കാറിൽ ലഹരി വസ്തുക്കൾ കടത്തിയതായി കണ്ടെത്തി. ഇവർ ലഹരിക്കടത്ത് സംഘത്തിലെ അംഗങ്ങളാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. മറ്റൊരാൾക്കായി തെരച്ചിൽ തുടരുകയാണ്. ന്യൂസ് 18 കൊച്ചി.